ഞാൻ ഈയിടെ വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് സ്വാതന്ത്ര്യത്തിനപ്പുറം. അതിൻ്റെ രചയിതാവിനെ ഇന്ന് എൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളോട് പുസ്തകത്തിൻ്റെയും പിന്നെ കുറച്ച് കൊച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. എനിക്ക് മെയിനായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരൊറ്റ ക്വസ്റ്റ്യനാണ്, UK ഈ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പറ്റി? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ തിരക്കുള്ള ഒരാളല്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന് എന്താ പറയുക, അധികം സമയം കണ്ടെത്തേണ്ട കാര്യം ഇല്ല. ഒരു എഴുത്തുകാരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപം വേറൊന്നാണ്. കുറച്ച് താടി, ഒരു ജുബ്ബൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ്. ഇതിങ്ങനെ ഒരു ഫിറ്റായിട്ടുള്ള എഴുത്തുകാരനാവാൻ എങ്ങനെ പറ്റി? അത് ഫിറ്റ് ആവാന്ന് പറയുന്നത് ഫിറ്റ്നസിൻ്റെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഫിറ്റായിട്ടുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നില്ല. ഇതിപ്പോൾ എൻ്റെ ജോലി ഇങ്ങനെയാണ്. പിന്നെ എഴുത്ത് എന്നും ഞാനൊരു എഴുത്തുകാരനല്ല. ഞാൻ ഒരു കഥ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ഒരു 17 വർഷം പോകണം അതിൽ ഒരു കഥ എഴുതി. പിന്നീട് എഴുതിയതൊക്കെ ഈ അടുത്ത് ഇതിന് ബുക്കിന് വേണ്ടി എഴുതിയതല്ല, എഴുതി തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു 4 ഒരുമിച്ച് എഴുതി, 4 തോട്ടുകൾ കിട്ടി, അങ്ങനെ എഴുതിയത് മാത്രം. ഇതിലെനിക്ക് ഏറ്റവും അട്രാക്റ്റ് ആയത് 5 കഥകളും 5 വ്യത്യസ്തമായ രീതിയിലാണ്. ഒരിക്കലും ഒരു സാമ്യം തോന്നാത്ത വിധമാണ് ഈ 5 കഥകളും കാണുന്നത്. അതെങ്ങനെ അങ്ങനെ ചെയ്തെടുത്തത്? 5 വ്യത്യസ്തമായ തീമുകൾ മനസ്സിൽ വന്നപ്പോൾ ആ രീതിയിൽ എഴുതി. പിന്നെ ഒരുപോലെ തന്നെ കഥകളാവണം അങ്ങനൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. നമുക്ക് തോന്നുന്ന തീം പുതുമ ഉണ്ടെങ്കിൽ, പുതുമ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു കഥ പറയുന്നത്. അപ്പോൾ 5 സമയങ്ങളിൽ വന്ന തോട്ടുകളായിരുന്നു. അല്ല, ഒരു കഥ കുറച്ച് പഴയ കഥയായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ശ്മശാനത്തിലാണ്. ഇതിലെ ഒരു കഥ ഉണ്ടല്ലോ ശ്മശാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ആ കഥ വരാനുണ്ടായ, അങ്ങനത്തെ ഒരു തോട്ട് വരാനുണ്ടായ കാരണം എന്താ? മെയിനായിട്ടുള്ളൊരു കാരണം, ഈ കഥ നമുക്കുള്ളിലുള്ള, നമ്മളോട് ഡിസഗ്രി ചെയ്യുന്ന നമ്മളിലൊരാളുണ്ടാവും എപ്പോഴും. അങ്ങനെ ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ ആ ഉള്ളിലുള്ള ആത്മാവും നമ്മളും തമ്മിലുള്ള ഡിസഗ്രിമെൻ്റാണ്. തെക്ക് കിഴക്ക് എന്ന് പറയുന്ന ആ ഒരു കഥ വായിച്ചപ്പോൾ എനിക്ക് ഒരു യാഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഒരു ക്യാരക്ടറിനെ എനിക്കതിൽ കാണാൻ പറ്റി. റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ലൈഫ് കണ്ടിട്ടാണോ കഥ എഴുതിയത്? ഇല്ല, അങ്ങനെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസം അങ്ങനെ ഉള്ള കേട്ടിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായി എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ കുറേ ഇങ്ങനെ വായിച്ചറിവും ഒക്കെ ഉണ്ട്. ഇങ്ങനെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഒരു വലിയൊരു കൺസെപ്റ്റാണ്. അപ്പം അതുമായി തീവ്രമായി വിശ്വസിക്കുന്നവരും ഒക്കെ കുറേ ആൾക്കാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിൽ അത്ര പരിചയമൊന്നുമില്ല എനിക്ക്. അത് പിന്നെ കൊൽക്കത്ത കമ്മ്യൂണിസം, കേരളം, സാഹിത്യം, സിനിമ, ഇതിനൊക്കെ ഒരു നമുക്ക് കുറേ സമാനതകളുണ്ട്. അപ്പം അങ്ങനെ ഒരു കഥ വന്നു എന്നുള്ളൂ. അതിനപ്പുറത്ത് പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം ഒരു രസമുള്ളൊരു സംഭവമാണ് അറിയാനും മനസ്സിലാക്കാനൊക്കെ. ഇപ്പോൾ നമുക്ക് വായിക്കാനൊക്കെ ഒരുപാട് താല്പര്യമുള്ള, എന്നാൽ സ്ഥിരമായിട്ട് വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വായിക്കാത്ത ആളുകൾക്ക് പുസ്തകം എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതാനുള്ള എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടോ? ഈ വായനയും എഴുത്തും രണ്ടാണ്. ഓക്കെ. ഈ വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് വേണ്ട കുറേ മെറ്റീരിയൽസ് കിട്ടും, നമുക്ക് ഇതിൻ്റെ രീതികൾ അറിയാം. ഇപ്പം ഒരു സിനിമ എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരുപാട് സിനിമ കാണുമ്പോൾ എൻ്റെ സിനിമയിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നറിയാം. അപ്പം നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നതോറും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കഥയിൽ എന്ത് വേണം വേണ്ട, അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളൊക്കെ. പിന്നെ കഥ എന്ന് പറയുന്നത് അത് വേറെ ഒരു രീതിയാണ്. കഥ പറയുന്ന ഒരു രീതി ഡിഫറെൻ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഥ പറയാം, വായിക്കാത്ത ഒരാൾക്കും പറയാം. പക്ഷെ വായിക്കുന്നതാണ് അതിൻ്റെ ഉചിതമായ രീതി. എന്തിനും അതിൻ്റെ ടൈറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അട്രാക്റ്റീവ് ആയിരിക്കണം. ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു ടൈറ്റിൽ എങ്ങനെ കിട്ടി? സ്വാതന്ത്ര്യത്തിനും അപ്പുറം ഒരുപാട് ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നും ഒരുപാട് ജീവിതങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലുള്ളൊരു ടൈറ്റിൽ എങ്ങനെയാണ് ആ ടൈറ്റിൽ കിട്ടിയത്? സ്വാതന്ത്ര്യം, പിന്നെ മറ്റൊരു കഥ പാരതന്ത്ര്യം, അതായത് സ്വാതന്ത്ര്യമില്ലായ്മ. അപ്പോൾ മനുഷ്യനുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും അതിലൂടെയാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം പോകുന്നത്. അപ്പം ആ ഫ്രീഡം, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഫ്രീഡം, മനുഷ്യന് പുറത്തുള്ള ഫ്രീഡം. അപ്പം അതാണ് അങ്ങനെ ആലോചിച്ചപ്പം കുറച്ചുകൂടെ ബെറ്ററായി തോന്നിയ ഈ ഒരു ടൈറ്റിലായിരുന്നു. ഈ പുസ്തകത്തിന് ശേഷം ഇനി വേറെ പുസ്തകത്തിൻ്റെ പ്ലാനുകളോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലേക്ക്
ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ വർക്കിലാണ്. അത് കഴിഞ്ഞിട്ട് 1-2 വേറെ തോട്ടുകളൊക്കെ ഉണ്ട് മനസ്സിൽ. കൂടുതൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുസ്തകങ്ങൾക്ക് എഴുതാനും അതുപോലെ വായിക്കാനൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.